അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു സർക്കാർ സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ട ചർച്ചയിൽ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധി, ഒരു സ്വകാര്യ സ്ഥാപനവുമായി, പ്രത്യേകിച്ചും വിദേശത്തുള്ള സ്വകാര്യ സ്ഥാപനവുമായി ഒരു കരാറിലെത്തുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതികൾ തേടേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ്, മാത്രമല്ല ഏതാണ്ട് 500 കോടി രൂപയുടെ ഒരു ഇവന്റ് ആണ് എന്നുള്ളതിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്പോൺസർമാരെ തേടുന്നത്. കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ വിദേശത്തുള്ള സ്വകാര്യ സ്ഥാപനവുമായി സംസ്ഥാനത്തിന് കരാർ ഏർപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്പോൺസർമാരെ തേടി പുറപ്പെടുകയാണ്. ആദ്യം എത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷനുമാണ്. ഇരുവരും ആദ്യം സന്നദ്ധത അറിയിച്ചു. പ്രത്യേകിച്ചും ലയണൽ മെസ്സി എത്തുന്നു, അർജന്റീന ഫുട്ബോൾ ടീം എത്തുന്നു എന്നുള്ള കണക്കുകൂട്ടലിൽ അതൊരു ബൃഹത് ഈവന്റ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതിനാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷനും രംഗത്തെത്തി. പക്ഷേ ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കുക, അത്രയും വലിയൊരു ഈവന്റ് നടത്തുക, ഇതിലെ ഒരു പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ, കടമ്പകളൊക്കെ മനസ്സിലാക്കി അവർ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതേ തുടർന്ന് പുതിയ സ്പോൺസർമാരെ തേടുന്നു. അവിടെയാണ് നിലവിലത്തെ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് രംഗത്തെത്തുന്നത്. സർക്കാരുമായി ചർച്ച നടത്തുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സർക്കാരുമായി ചർച്ച നടത്തി അത് ഒരു ധാരണയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ സർക്കാർ കരാർ ഒപ്പിടുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി. കരാറിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെ വിവരങ്ങൾ അനുസരിച്ച് പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം മുഴുവൻ നടത്തുന്നത് സ്പോൺസർമാർ അല്ലെങ്കിൽ പ്രധാന സംഘാടകരായിട്ടുള്ള, അത്തരത്തിൽ തന്നെയാണ് ഉത്തരവും. സർക്കാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം അത് തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി പൂർണ്ണമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തതക്കുറവുണ്ട് എന്നുള്ള ഒരു നേരിയ വസ്തുതയിൽ പിടിച്ച് കായിക മന്ത്രി ഈ മൗനം തുടരുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം ഇതിനിടയിൽ 4 മാസത്തെ ഒരു കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഒക്കെ അനുമതി നേടിയ ശേഷം മാത്രമായിരുന്നു ചർച്ചയുമായി മുന്നോട്ട് പോകാൻ സ്പോൺസർമാർക്ക് കഴിയുമായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ 4 മാസത്തെ കാലയളവ് ഒരു തിരിച്ചടിയായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ സൂചിപ്പിച്ച ഏതാണ്ട് 350 കോടി രൂപയാണ് ഫീ ഇനത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അല്ലെങ്കിൽ സ്പോൺസർമാർ ലയണൽ മെസ്സിയുടെ അർജന്റീന ടീമിന് നൽകേണ്ടത്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകേണ്ടത്. ആ 4 മാസത്തിനിടയിൽ പറഞ്ഞിരുന്ന തുക നൽകുന്നതിൽ കാലതാമസമുണ്ടായി. പിന്നീട് അത് വിവാദമാവുകയും ഉടൻ തന്നെ ആ പൈസ ഏതാണ്ട് 30% തുക നൽകിയെന്നാണ് പറയുന്നത്. ഇന്നലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കുന്നതനുസരിച്ച് 130 കോടി രൂപ കൈമാറി എന്നാണ് കണക്ക്. എന്താണെങ്കിലും 100 കോടിയിലേറെ രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് കായിക വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും നമുക്ക് സ്ഥിരീകരണം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഫീ ഇനത്തിലെ ആദ്യ ഗഡു നൽകാൻ വൈകിയതും ഈ 4 മാസത്തെ കാലതാമസത്തിൽ ഒരു പ്രധാന പ്രശ്നമായി. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിലെ കാലതാമസവും പ്രശ്നമായി. അങ്ങനെ 130 കോടി രൂപ നൽകിയെന്ന് സ്പോൺസർമാർ അറിയിക്കുന്നു. അങ്ങനെ ലയണൽ മെസ്സി വരും, ഉറപ്പായിട്ടും എത്തുമെന്നുള്ള ഒരു ആശ വീണ്ടും ആരാധകർക്ക് നൽകുകയാണ്. ആരാധകർ വീണ്ടും നമ്മുടെ മണ്ണിൽ, കേരളത്തിൽ ലയണൽ മെസ്സി പന്ത് തട്ടുന്നതും കാത്ത് ഇരിക്കുകയാണ്. ലയണൽ മെസ്സിയുടെ എന്നല്ല, ബ്രസീലിന്റെ പോലും ഫുട്ബോൾ ആരാധകർ, കേരളത്തിന്റെ ഫുട്ബോൾ കൂട്ടായ്മ ഒന്നായി ലയണൽ മെസ്സിയെയും അർജന്റീനയെയും കാത്തിരുന്നു ഇവിടെ എത്തുമെന്നുള്ളത്. അവിടെയാണ് അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ള സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടി വരിക. കാരണം അത്രമാത്രം ആഗ്രഹിച്ചു പോയി കേരളത്തിന്റെ ആരാധകർ, വെറുതെ മോഹിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകാം. എന്താണെങ്കിലും ഈ വർഷം ഒക്ടോബറിൽ വരാമെന്ന് അർജന്റീന അറിയിച്ചിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ഒരുപാട് സംശയങ്ങളാണ് ബാക്കിയുള്ളത്. കാരണം ഇത്തരത്തിൽ ഈ കരാറിൻ്റെ നൂലാമാല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെട്ട നൂലാമാല ഒക്കെയുണ്ട്. ഈ ടീമിന് എത്തിക്കുക, എതിരാളി എത്തിക്കുക ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ചില വ്യക്തത കുറവ് നമുക്ക് തോന്നിയത് ഈ വർഷം ഒക്ടോബറിൽ തന്നെ വരാമെന്ന് അർജന്റീന പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആന്റോ അഗസ്റ്റിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് MD ആയ ശ്രീ ആന്റോ അഗസ്റ്റിൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഒക്ടോബറിൽ തന്നെ വരാം എന്നുള്ള കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരുന്നോ ഔദ്യോഗികമായി? അല്ല, നമ്മൾക്ക് നിങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളിൽ എല്ലാം തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഇന്നലത്തെ വാർത്തകൾ, പ്രസ് മീറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ ആ സംശയം മുഴുവൻ ചോദിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ഒക്ടോബറിൽ വരാമെന്ന് അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പൈസ അയച്ചത്. ഞങ്ങൾ ഒക്ടോബറിലായിട്ട് എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒക്ടോബർ നവംബർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെൻഷൻ ചെയ്തതിന് പുറമെ അത് ഒക്ടോബറിലാണോ നവംബറിലാണോ എന്നുള്ള കാര്യത്തിൽ ഒക്ടോബർ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ ഫിഫയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുവാനുള്ള താമസമായിരുന്നു. അത് ഫിഫയുടെ വിൻഡോ ഓപ്പൺ ചെയ്താലേ ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ, അങ്ങനെയായിരുന്നു? അല്ല, വിൻഡോ നേരത്തെ അനൗൺസ് ചെയ്താണ്. ഒക്ടോബർ നവംബറിലെ വിൻഡോ നേരത്തെ അനൗൺസ് ചെയ്തതാണ്. ആ അനൗൺസ് ചെയ്തത് പ്രകാരം നമുക്ക് 2 ഡേറ്റ് ഉണ്ടായിരുന്നു.
രണ്ട് നൈറ്റ് ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് ഒക്ടോബറിലെ വിൻഡോയിലാണോ നവംബറിലെ വിൻഡോയിലാണോ കേരളത്തിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ മാത്രമേ അതിനകത്ത് ഒക്ടോബറിലെ വിൻഡോയിൽ വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഈ ചൈനയുമായിട്ട് ചൈനയുമായിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുകയും അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ചൈനയായിട്ട് ഡിസ്കഷൻ നടത്തുന്നത് ഏത് വിൻഡോയിലാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ചൈനയിൽ ഡിസ്കഷൻ നടത്തുന്നത് നവംബർ വിൻഡോയിലാണ്, ഒക്ടോബർ വിൻഡോയിലാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ട് അത് ഔദ്യോഗികമായി തന്നെ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഒക്ടോബറും ഇല്ല നവംബറും ഇല്ല, അടുത്ത സെപ്റ്റംബർ 2026 സെപ്റ്റംബറിൽ നമ്മൾ ഈ ഒക്ടോബർ ഇല്ല നവംബർ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നലത്തെ വൈകുന്നേരം ഇന്നലത്തെ പത്രസമ്മേളനം കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കുറച്ച് പോസിറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒക്ടോബർ ഇല്ല നവംബർ ഇല്ല എന്ന് പറയാനായോ എന്ന് ചോദിച്ചാൽ അവർ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാം. കാരണം അവർ എഗ്രിമെന്റ് വെച്ചതാണല്ലോ. അതിന് മുൻപ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. വരട്ടെ അന്നേരം ആലോചിക്കാം. അല്ലല്ല, അതിൽ അതിന്റെ ഒരു അവ്യക്തത എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ 2026 സെപ്റ്റംബറിൽ പുതിയ ധാരണ ഉണ്ടാക്കണം എന്ന് അവർ ഔദ്യോഗികമായിട്ട് തന്നെ മെയിൽ അയച്ചതാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇല്ല എന്നതല്ലേ? 2026 സെപ്റ്റംബറിൽ വരാം, അതിനുവേണ്ടി ധാരണാപത്രം ഉണ്ടാക്കണം എന്ന് അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് താങ്കൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അവർ എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് അയച്ചു തന്നിട്ട് നമുക്ക് ഈ 2026 സെപ്റ്റംബറിലേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പറ്റില്ല എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കത് പറ്റില്ല. കാരണം ലോകകപ്പിന് ശേഷം 2026 ലോകകപ്പിന് ശേഷം നമുക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ളത് നമ്മൾ അവരെ ഔദ്യോഗിക തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. അല്ല, അതിനുശേഷമുള്ള ആശയവിനിമയത്തിൽ ഒക്ടോബർ നവംബർ പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടോ അവർ? അല്ല, അതിനകത്ത് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഡിസ്കഷൻസ് നടക്കുന്നതിന്റെ അകത്ത് നമുക്കിനി കൂടുതൽ പണം കൊടുത്തിട്ട് അവരെ കൊണ്ടുവരണോ എന്നുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണോ, അതിന് വേണ്ടിയിട്ടാണോ ഡിസ്കഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ വിൻഡോ ഓൾറെഡി അർജന്റീന ടീമിന് അവര് ഫിഫ അനുവദിച്ചതാണ്. ഈ വിൻഡോയ്ക്ക് ഇനി ഇപ്പൊ എത്ര മാസമുണ്ട്? ഏകദേശം 2.5 മാസമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ 2.5 മാസത്തിനുള്ളിൽ അവര് ആ വിൻഡോ ഏത് രാജ്യത്താണ് കളിക്കേണ്ടതെന്ന് അവർ അനൗൺസ് ചെയ്യണമല്ലോ. അവരത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് അവരെവിടെയാണ് ആ വിൻഡോയിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവര് ഇന്ത്യയിലെ തന്നെ കണ്ടിട്ടായിരിക്കും മിക്കവാറും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരല്ലോ ശ്രീ ആൻഡോ, എതിർ ടീമിനെ കണ്ടെത്തണം, ഗ്രൗണ്ട് പോലും ഏതാണ് സ്റ്റേഡിയം എന്ന കാര്യത്തിൽ ഇതിനകം ഒരു ഫൈനൽ തീരുമാനം എത്തിയിട്ടുണ്ടോ? മന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചത് ഈ 2 കാര്യങ്ങളായിരുന്നു, ഈ ഗ്രൗണ്ടിന്റെ കാര്യം അതുപോലെ തന്നെ എതിർ ടീം ആരാണ് എന്നുള്ള കാര്യം. അതിൽ ഇതൊരു ക്ലാരിറ്റി, കൃത്യമായ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ ആരായിരിക്കും ടീം എന്ന്? അതെ, അതാണ് ഇതെല്ലാം നിങ്ങൾക്കാണ് ക്ലാരിറ്റി ഇല്ലാത്തത്. നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേട്ടോ 350 കോടി രൂപയ്ക്കാണ് സൈൻ ചെയ്തത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ് നിങ്ങളോട് ഈ 350 കോടി രൂപയ്ക്ക് സൈൻ ചെയ്തെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? മിനിസ്റ്റർ ഒന്നും പറയുന്നില്ല. മിനിസ്റ്റർ എല്ലാം സ്പോൺസർമാർ പറയുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല 130 കോടി എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലേ ഉള്ളത്? തർക്കിക്കാനല്ല പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, അല്ല ആൻഡോ 130 കോടി ഓൾറെഡി കൊടുത്തു എന്നല്ലേ? അതെ, 130 കോടി കൊടുത്തു. അതിനകത്ത് 130 കോടിന്റെ ഒരു ഗഡുവാണ്, 350 കോടിന്റെ ഒരു ഗഡുവാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ അതിനകത്ത് ഇനി കൂടുതൽ 130 കോടി കൊടുത്തു എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഊഹാപോഹം ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഊഹാപോഹം ഉണ്ടാക്കുന്നില്ല, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ഊഹാപോഹം ഇല്ലല്ലോ. മന്ത്രി ഒന്നും മിണ്ടില്ല. അപ്പോൾ പിന്നെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് താങ്കളാണ്. നിങ്ങളോട് പറയാം ഞാൻ എന്താ പറയുന്നത്. ക്ലാരിറ്റിയോടുകൂടിയിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളിക്കാൻ വേണ്ടിയിട്ട് അർജന്റീന ടീം എഗ്രി ചെയ്തതാണ്. അവർക്ക് അതിന്റെ പ്രസന്റേഷൻ കൊടുത്തതാണ്. ആ കാര്യത്തിൽ അവർക്ക് സംശയമില്ല ഏത് ടീമിലാണ് കളിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അതുകൊണ്ട് അവർക്ക് ആ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ല. ഒരു കാലത്ത് ആ സമയം കൊച്ചിയിൽ കളിക്കണോ തിരുവനന്തപുരത്ത് കളിക്കണോ എന്നുള്ള കാര്യത്തിന്റെ അകത്ത് നമ്മൾ ധാരണ എത്തണമായിരുന്നു. ആ ധാരണ എത്താതെ കുറച്ച്